കേരള പോലീസ് ലോകത്തെ മികച്ച പോലീസ്. സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് മേധാവി പി വിജയന്റെ ഔദ്യോഗിക ജീവിതം ഹാർവാർഡ് അടക്കം 6 അമേരിക്കൻ സർവകലാശാലകളിൽ പഠന ഗ്രന്ഥമാകുന്നു. ഇതിന് കാരണക്കാരനായത് സംസ്ഥാന സർക്കാർ പല രീതിയിൽ തോൽപ്പിച്ച പി വിജയൻ എന്ന IPS ഓഫീസർ. കേരള പോലീസിന്റെ എക്കാലത്തെയും തിളക്കമാർന്ന കുറ്റാന്വേഷണ ഏടായ ചേലേമ്പ്ര ബാങ്ക് കൊള്ളയടി കേസാണ് ഇതിന് നിമിത്തമായത്. ഈ സംഭവം നടക്കുമ്പോൾ മലപ്പുറം SP ആയിരുന്നു പി വിജയൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയ അന്വേഷണം കുറ്റവാളികളെ 56 ദിവസത്തിനുള്ളിൽ അകത്താക്കി. 2007 സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിലെ 80 കിലോ സ്വർണവും 25 ലക്ഷം രൂപയും അടക്കം 8 കോടി രൂപയുടെ സ്വത്താണ് കൊള്ളയടിച്ചത്. കേസിലെ അന്വേഷണത്തെക്കുറിച്ച് ബംഗാളി എഴുത്തുകാരൻ അനിർബൻ ഭട്ടാചാര്യ എഴുതിയ ഇന്ത്യാസ് മണി ഹേസ്റ്റ് എന്ന പുസ്തകമാണ് സർവകലാശാലകൾ റഫറൻസ് ഗ്രന്ഥമാക്കിയത്. പെൻസിൽവാനിയ, സാർക്കോസ്, ടെക്സസ് തുടങ്ങിയ 6 സർവകലാശാലകളിലും പുസ്തകം ലഭ്യമാണ്. പോലീസ് സയൻസ്, ക്രിമിനോളജി വിദ്യാർത്ഥികളാണ് ഇത് റഫർ ചെയ്യുക. കേരള പോലീസിന്റെ അന്വേഷണ മികവ് വിദേശ സർവകലാശാലകളിൽ പഠന വിഷയമാവുന്നത് ആദ്യമായിട്ടാണ്. സാങ്കേതിക സംവിധാനങ്ങൾ ഇത്രത്തോളം ഇല്ലാതിരുന്ന കാലത്ത് 2 ലക്ഷത്തിലേറെ ഫോൺ വിളികൾ പരിശോധിച്ചും 200-ലേറെ പേരെ ചോദ്യം ചെയ്തുമാണ് അതിവേഗം 4-അംഗ സംഘത്തെ കേരള പോലീസ് കുടുക്കിയത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റേഴ്സ് കോഴ്സിന് വിജയന് നേരത്തെ ഹാർവാർഡിന്റെ ഫെലോഷിപ്പ് ലഭിച്ചിരുന്നു. ഇതിനായി നൽകേണ്ട 750 വാക്കിന്റെ വിവരണത്തിൽ സ്വന്തം ജീവിതകഥയാണ് അദ്ദേഹം എഴുതിയത്. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ പഠിച്ചുയർന്ന IPS നേടിയ സ്വന്തം കഥ പറഞ്ഞ വിജയനെ മാത്രമായിരുന്നു ഹാർവാർഡ് അക്കൊല്ലം സിവിൽ ഓഫീസർമാരിൽ നിന്നും തിരഞ്ഞെടുത്തത്. അമേരിക്കയിൽ ചിലവിനുള്ള പണമില്ലാത്തതിനാൽ അന്ന് പോകാനായില്ല. പി വിജയൻ എന്ന IPS ഓഫീസറെക്കാളും നല്ലൊരു ഇൻഫ്ലുവൻസർ വേറെ ആരുണ്ട് എന്ന ചോദ്യത്തിന് കണ്ണടച്ചുത്തരം പറയാം, ആരുമില്ല. കാരണം 10ാം ക്ലാസ്സിൽ തോറ്റ് പഠനം ഉപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങിയ പയ്യൻ 31-ാം വയസ്സിൽ IPS നേടിയത് വെറും ഒരു സിനിമാ കഥയല്ല, അതൊരു നിശ്ചയദാർഢ്യത്തിന്റെ ജീവിത കഥയാണ്. ആ കഥയാണ് നമ്മിൽ പലർക്കും ഇല്ലാതെ പോകുന്നത്. തിരുത്തി പറയിക്കുക എന്നത് ഓരോ തോൽവിയിൽ നിന്നും തിരിച്ചു കയറാനുള്ള ഏറ്റവും നല്ല തീരുമാനമാണ്. തോറ്റവൻ എന്ന് പറഞ്ഞവരെയും തോൽപ്പിക്കാനായി ശ്രമിച്ചവരെയും കർമ്മം കൊണ്ട് തിരുത്തിച്ച ജീവിതമാണ് പി വിജയന്റേത്. വീഴ്ചയിൽ നിന്നെല്ലാം തിരിച്ചു കയറിയ ചരിത്രം, വീഴ്ചയിലൂടെ വളർന്നവന്റെ ആത്മവിശ്വാസം, അതെല്ലാം അദ്ദേഹത്തിന് മാത്രം സ്വന്തം. അത്തരമൊരു തിരുത്തിക്കലും തിരിച്ചുവരവുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ഉണ്ടായത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് IG ആയിരിക്കെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ അന്വേഷണ വിവരം ചോർത്തി എന്ന പേരിലായിരുന്നു 2023 മെയ് 18-ന് പി വിജയനെ സസ്പെൻഡ് ചെയ്യുന്നത്. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് നടപടി. ചീഫ് സെക്രട്ടറി 2 തവണ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടും 6 മാസം എടുത്തു സസ്പെൻഷൻ പിൻവലിക്കാൻ. ADGP സ്ഥാനക്കയറ്റം നൽകിയപ്പോഴും പോലീസ് അക്കാദമി ഡയറക്ടറായി ഒതുക്കി. പിന്നീട് ഇന്റലിജൻസ് മേധാവി സ്ഥാനത്ത് പി വിജയനെത്തി. രഹസ്യവിവരം ചോർത്തി എന്ന ആരോപണം നേരിട്ട ആളെ തന്നെ രഹസ്യാന്വേഷണ സേനയുടെ തലപ്പത്തേക്ക് നിയോഗിക്കേണ്ടി വരിക എന്നത് ഒരു തരത്തിലുള്ള തിരുത്തി പറയിക്കലാണ്. സസ്പെൻഷൻ നടപടിക്ക് വിധേയനായ വ്യക്തി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുക എന്നത് മധുരമൂർന്ന നേട്ടവുമാണ്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കൂട്ടായ്മയ്ക്കുള്ള അംഗീകാരമാണ്. കൂട്ടായ്മയാണ് വിജയത്തിന് അനിവാര്യം. പോലീസ് കാഡറ്റ്, പുണ്യം, പൂങ്കാവനം, ഹോപ്പ് തുടങ്ങിയവയെല്ലാം സേനയുടെ ജനകീയ പങ്കാളിത്ത പദ്ധതികളാണ്. ഈ അംഗീകാരം പ്രചോദനമാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. 10ാം ക്ലാസ്സിൽ തോറ്റവൻ എന്ന ചീത്തപ്പേരിൽ നിന്ന് IPS നേടിയവനെന്ന് തിരുത്തി വിളിപ്പിച്ച ജീവിത ചരിത്രമുള്ള പി വിജയൻ കരിയറിലും 2ാം വരവിലൂടെ മറുപടി നൽകി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെ ഇന്റലിജൻസ് മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിനെ ക്രമസമാധാന വിഭാഗത്തിന്റെ തലപ്പത്ത് നിയമിച്ചിരുന്നു. ഇതോടെ വന്ന ഒഴിവിലാണ് പി വിജയനെ ഇന്റലിജൻസ് ADGP ആയി സർക്കാർ നിയമിച്ചത്. കഷ്ടപ്പാടുകളോടും പ്രതിസന്ധികളോടും പൊരുതി നേടിയ ചരിത്രമാണ് പി വിജയന്റേത്. കോഴിക്കോട് കുന്നമംഗലത്തിനടുത്ത് പുത്തൂർ മഠം എന്ന ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച വിജയൻ 10ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടിരുന്നു. പിന്നീട് കൂലിപ്പണിക്ക് പോയ വിജയൻ 2 വർഷത്തിന് ശേഷമാണ് SSLC പരീക്ഷ വീണ്ടും എഴുതി ജയിക്കുന്നത്. പിന്നീട് വെല്ലുവിളികളെ പൊരുതി തോൽപ്പിക്കുന്ന വിജയന്റെ ചരിത്രമാണ് കേരളം കണ്ടത്. എന്തായാലും ആ ചരിത്രം ഇപ്പോൾ ലോക പ്രശസ്തമാവുകയാണ്. അദ്ദേഹത്തിലൂടെ കേരള പോലീസിന്റെ ഒരു ഖ്യാതി, അത് ലോകത്തെ പോലീസിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സേനയിലേക്ക് വരാൻ വേണ്ടി പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് മാതൃകയായി എത്തുക എന്നത് കേരള പോലീസിനും കേരളത്തിനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.